UDF സർക്കാർ നമുക്ക് 14 മാസത്തെ പെൻഷൻ കുടിശ്ശിക വെച്ചിട്ട് പോയപ്പോഴേ, പക്ഷെ ഇവര് നമുക്ക് 1 മാസത്തെ പോലും കുടിശ്ശികയില്ല. ഈ കന്യാസ്ത്രീമാർ ഇങ്ങനെ ചൂഷണം ചെയ്യുമോ? ഞങ്ങളുടെ അടുത്ത് നിന്ന് ഇതുപോലെ സാധനങ്ങൾ ഞങ്ങളൊക്കെ ചൂഷണം ചെയ്ത് മുറിയിൽ അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും സ്വയമേ ചലിക്കാൻ പറ്റില്ല. അവിടെ നിന്ന് വീണു. എല്ലാ വിഭാഗക്കാർക്കും വോട്ടിലും നിയമസഭയിലേക്ക് മത്സരിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഭിന്നശേഷിക്കാർക്ക് മത്സരിച്ചുകൂടാ? ഭിന്നശേഷിക്കാർക്ക് കൂട്ടുമെന്ന് പറഞ്ഞിട്ട് 2500 ആക്കുന്നുണ്ട്, ആക്കിയില്ലല്ലോ. സർക്കാരിന്റെ ബഡ്ജറ്റിനെ ഇഷ്ടപ്പെട്ടോ? ബഡ്ജറ്റ് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഭിന്നശേഷിക്കാരെ ഉപേക്ഷിച്ചില്ലേ? 2000 ഇവർ ഇറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അടുത്ത നിയമസഭയ്ക്ക് മുമ്പ് 2500 ആക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 2000 തന്നെ നിൽക്കുന്നത്. ഞാൻ ബഡ്ജറ്റ് 9 മണി മുതൽ 3 മണി വരെ ഇത് കണ്ടുകൊണ്ടിരുന്നു, ഭക്ഷണം പോലും കാണിക്കാണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ. പക്ഷേ ഇല്ല, സർക്കാർ പറ്റിച്ചില്ല. എന്നാലും UDF സർക്കാർ നമുക്ക് 14 മാസത്തെ പെൻഷൻ കുടിശ്ശിക വെച്ചിട്ട് പോയപ്പോഴേ, പക്ഷെ ഇവര് നമുക്ക് 1 മാസത്തെ പോലും കുടിശ്ശികയില്ല. പിന്നെ എല്ലാ കാര്യത്തിലും നല്ല രീതിയിലാണ്. ഇപ്പം 2000 രൂപ ആക്കിയിട്ട് 2 മാസമായുള്ള കൂട്ടം പറയുന്നത് വനിതയാണ്. അപ്പോൾ ഇവര് പറയുന്നത് കോൺഗ്രസ് പറയണത് ഇവർ കയറില്ല, പക്ഷെ ഇവർ കയറണം, ഇവരെ കയറാവൂ. UDF കയറണ്ട, വെറുതെ കള്ളന്മാർ. ഇപ്പം കണ്ടില്ലേ രാഹുൽ മാങ്കൂട്ടം 3 പേരെ പിടിപ്പിച്ചെന്നല്ലേ കണ്ടത്? 3ാം പീഡനത്തിൽ നിന്നും എന്താ ജാമ്യം എടുത്തു വന്നു. ഈ 3 പേരെ പീഡിപ്പിക്കുന്നവരെ വരെ ഇവരെല്ലാം എവിടെ പോയിരിക്കുമായിരുന്നു? എന്തുകൊണ്ട് ഒരാളെ പീഡിപ്പിച്ചപ്പോൾ അറസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ നടപടി സ്വീകരിച്ചില്ല? അതെല്ലാവരിലും ഇങ്ങനത്തെ ചില ആരോപണങ്ങളൊക്കെ ഇല്ലേ? അല്ല, കോഴി കട്ടോണ്ടതല്ലേ പപ്പിരിക്കുള്ളൂ. കോഴി കക്കാണ്ട് എന്തായാലും പപ്പിരിക്കില്ല. അപ്പൊ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് എന്താ? സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് അവർ കട്ടത് കൊണ്ട് തന്നെയല്ലേ ഭഗവാന്റെ സാധനം ധനം മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിലും വലിയ ചെറ്റത്തരം ഉണ്ടോ? അതിൽ UDFന് വ്യക്തമായി തന്നെ. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ LDFനെ കുത്തിക്കൊണ്ടിരിക്കണേ? പട്ടിയിട്ട് പുല്ല് തിന്നുകയില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ല. LDFിലാരും CPMിലാരും സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളായിട്ടില്ല. ആരൊക്കെ ഉണ്ട്, ആരെല്ലാം ഉണ്ട്. പക്ഷേ ഈ ഇതിൻ്റെ മുമ്പിൽ കിടക്കുന്നതുകൊണ്ട് ഒന്നും അറിയാൻ പറ്റുന്നില്ലാണ്ടേ. കന്യാസ്ത്രീമാര് ഇതിൻ്റെ ID പ്രൂഫാണ് ഇത്. മേഡം കണ്ടോ? ഇവര് 4,51,800 രൂപ എൻ്റെ വികലാംഗ പെൻഷനും ഞാൻ അവിടെ ജോലി ചെയ്ത്, അതായത് വൊക്കേഷണൽ ട്രെയിനി ആയിട്ടാണ് ജോലി ചെയ്ത്. അതിൻ്റെ അങ്ങനെ 4,51,800 രൂപ ATM കൂടെ വലിച്ചെടുത്തു. അവർ ഒരു 2 മാസം, ഞാനിങ്ങോട്ട് ഒക്ടോബർ 17-നാണ് പോകുന്നത്. അതിന് 2 മാസം മുമ്പ് വരെ അവരൊരു ബുക്കിൽ ഈ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് ഒപ്പിട്ട് അവർ തന്നെ എടുക്കുമായിരുന്നു. അങ്ങനെ സർക്കാർ ചെക്കിങ് വന്നപ്പോൾ അക്കൗണ്ടിൽ ഇടണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ രേഖയൊക്കെ എൻ്റെ ഒത്തിരിപ്പുണ്ട്. 2 മാസത്തെ ഇട്ടു. അപ്പോൾ അവർ ഞാൻ അവിടുത്തെ സ്റ്റാഫാന്നുള്ളതിൻ്റെ തെളിവല്ലേ? ഇങ്ങനെ ഒരു സംഗതി എന്തായാലും സ്റ്റാഫ് അല്ലാത്തവർക്ക് കിട്ടില്ലല്ലോ. അതും തന്നു, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും തന്നു. ഇന്നലെ ലാസ്റ്റ് ഞാൻ ഇവിടുന്ന് ഓട്ടോ പിടിച്ച് ഞാൻ കൊല്ലത്ത് സാമൂഹ്യ നീതി വകുപ്പിൽ പോയി ഇതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഭിന്നശേഷിക്കാരെ എനിക്ക് 50% വൈകല്യം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 70ആയി. ഈ കന്യാസ്ത്രീമാർ ഇങ്ങനെ ചൂഷണം ചെയ്യുമോ? ഞങ്ങളുടെ അടുത്ത് നിന്ന് ഇതുപോലെ സാധനങ്ങൾ ഞങ്ങളൊക്കെ ചൂഷണം ചെയ്ത് മുറിയിൽ അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും സ്വയമേ ചലിക്കാൻ പറ്റില്ല. അവിടെ നിന്ന് വീണു, അവർ തിരിഞ്ഞു നോക്കിയില്ല. ഇന്ന് വരെ ഈ 4.5 വർഷം അവിടെ നിന്നിട്ട് ഇന്ന് വരെ ഒരു മരുന്നോ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക അവർ ചെയ്തിട്ടില്ല. ഞാൻ ഷുഗർ പേഷ്യൻ്റാണ്. ഇവർ കാരണം എനിക്ക് 547, ഞാനിവിടെ വന്ന് ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ 547. ഇവിടെ കാലയിൽ സർജറി ചെയ്ത് ഒരു ചെറിയ കുരു വന്ന് അങ്ങനെ അവിടെ സർജറി മെഡിക്കൽ കോളേജിൽ എന്താ പറയുക, നോ ബൈ സ്റ്റാൻഡർ. അതാണ് ഏറ്റവും വലിയ വേദന. ആരുമില്ല എന്ന് ചോദിക്കുന്ന വേദന ആരും ഇല്ലാത്തതിനേക്കാൾ വലിയ വേദനയാണ്. ഒത്തിരി സങ്കടമുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം തന്നെ മന്ത്രി പ്രഖ്യാപിച്ചു, ബിന്ദു മിനിസ്റ്റർ ഇത് നമുക്ക് 19, 20, 21 ഭിന്നശേഷി സർഗോത്സവമായിരുന്നു. 23.5 കോടി രൂപ ഭിന്നശേഷിക്കാർക്ക് പല വകുപ്പിൽ പല തലത്തിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അർഹതപ്പെട്ടവർക്ക് ഇത് കൊടുക്കാത്തത്? കുറച്ച് പേര് ഇനിയിപ്പോൾ മാർച്ച് 31-നുള്ളിൽ ഇത് കൊടുത്തില്ലെങ്കിൽ പൈസ ലാപ്സായി പോകും. എനിക്കൊന്നും വീടും കൂടിയില്ല. ഞാനൊക്കെ 6 വയസ്സ് മുതൽ അനാഥാലയത്തിൽ വളർന്ന വ്യക്തിയാണ്. വൈകല്യം ഉണ്ടായത് ഞങ്ങളുടെ ഒന്നും കുഴപ്പം കൊണ്ടല്ലല്ലോ മേഡം, ഞങ്ങളുടെ ബുദ്ധിക്കൊന്നും വൈകല്യം ഇല്ല. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, എല്ലാ വിഭാഗക്കാർക്കും വോട്ടിലും നിയമസഭയിലേക്ക് മത്സരിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഭിന്നശേഷിക്കാർക്ക് മത്സരിച്ചുകൂടാ? ഞങ്ങളിൽപ്പെട്ട ഒരു പുരുഷനോ സ്ത്രീയോ ഭിന്നശേഷിക്കാരിൽപ്പെട്ട ആരെങ്കിലും നിയമസഭയിലോട്ട് മത്സരിച്ച് അതിൽ വന്നെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ആവശ്യങ്ങളും ആനുകൂല്യങ്ങളും നേടിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മേഡം വോട്ടിൻ്റെ സമയമാകുമ്പോൾ മാത്രം അഹങ്കാലം കൊണ്ടും കൊടുത്തോണ്ടും അത് കഴിയുമ്പോൾ പുറംകാലം കൊണ്ട് അങ്ങ് തള്ളും. അല്ലാണ്ട് ആരും ഞങ്ങളെ സ്നേഹിക്കില്ല. ഞങ്ങൾക്കറിയാം. കാരണം അവർ എന്നെ പുറന്തള്ളി 6 വയസ്സിൽ കൊണ്ട് കളഞ്ഞു. 2 വയസ്സിൽ പോളിയോ വന്നു. എൻ്റെ കുഴപ്പം കൊണ്ട്. പക്ഷെ ഞാൻ തോറ്റൊന്നും കൊടുക്കില്ല. 10ാം ക്ലാസ് വരെ പഠിച്ചു. കമ്പോസിങ്, ടൈപ്പ്, തൈല്, ഡെക്കറേഷൻ ഇതൊക്കെ പഠിച്ചു. പക്ഷേ
കന്യാസ്ത്രീമാർ ഇത്രയും പറ്റിക്കുന്നുള്ള ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ആദ്യമായിട്ടുള്ള ഇതാണ്. 8 വർഷത്തെ പെൻഷന് മേപ്പാടി സേവന സദനം സോഷ്യൽ സർവീസ് സെൻറ്റർ സലോമി ജോസഫ് കെയർ ഓഫ് മദർ സുപ്പീരിയർ എന്നുള്ള ബാങ്ക് അക്കൗണ്ട് എടുത്ത് ആ പൈസ മുഴുവൻ അവർ കൊണ്ടുപോയി എന്നെ ചെക്ക് ബുക്ക് ഒപ്പിട്ട് ഇവർ ATM വഴിയും കൊണ്ടുപോയി 4,51,800. അത് 2021 ഓഗസ്റ്റ് 13 മുതൽ 2025 അവരോട് ചോദിച്ചപ്പോൾ എന്താണ് പറയുന്നത്? എന്നെ ഞാൻ പോരാൻ നേരത്തെ തന്നെ അടിക്കാൻ ചാടിയോ എന്ന് ഞാൻ പറഞ്ഞു. ധൈര്യമുള്ള ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ സിസ്റ്റർ അങ്ങ് അടിക്കാൻ പറഞ്ഞു. ഞാൻ മുഖം വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു അവിടെ അടിച്ചാൽ മാത്രം പറയും, ഇവിടെ കൊണ്ട് അടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സിസ്റ്റർ അടിക്കേ, ഭിന്നശേഷിക്കാരെ സിസ്റ്റർ അടിക്കുക, എന്നിട്ടല്ലേ പിന്നീട് ബാക്കിയുള്ള നീ അത്ര സ്മാർട്ടാണെങ്കിൽ ഒന്ന് വാങ്ങിയെടുക്കണം കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സിസ്റ്റർ ഞാനിവിടെ നിന്നുള്ളതിൻ്റെ ഇത്ര വർഷം ഞാനിവിടെ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. ഞാൻ ബിന്ദു മിനിസ്റ്റർക്ക് കടന്നപ്പള്ളി സാറിന് CM-ന് കൊടുത്തതിൻ്റെ ടോക്കൺ നമ്പർ വന്നു. കൊട്ടാരക്കര DSPക്ക് SP-ക്കാണ് വിട്ടേക്കുന്നത്. പിന്നെ കുന്നിക്കോട് സ്റ്റേഷൻ്റെ അവർ ഇന്ന് വരെ കൊട്ടാരക്കര SP-യോ DSP എൻ്റെ അടുത്ത് എന്നെ വിളിക്കുകയോ സംസാരിക്കുകയോ ഇതിൻ്റെ ഡീറ്റെയിൽ എഴുതുകയോ ചെയ്യാണ്ട് അയച്ചു എന്ന് വേറെ ഒരു ഇത് മുഖേന ഞാൻ ഗൂഗിൾ വഴി എടുത്തൊരു നമ്പർ ചോദിച്ചില്ലായിരുന്നോ അവരോട്? ഒരാരും എന്നോട് ചോദിച്ചില്ല. ഞാൻ കുന്നിക്കോട് സ്റ്റേഷനിലോട്ട് വിളിച്ചപ്പോൾ SIയുടെ നമ്പർ അവിടെ ഇല്ല. SI വന്നിട്ട് 10 ദിവസം ആയാലെന്ന് പറഞ്ഞു. അങ്ങനെ ഗൂഗിൾ വഴി ഞാൻ SIയുടെ നമ്പർ എടുത്തിട്ട് ഞാൻ ചോദിച്ചു വാദീനെയും പ്രതിനെയും ഒന്നിച്ച് നിർത്തിയിട്ട് വേണ്ടേ മൊഴിയെടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു തന്നോരാരാ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ എൻ്റെ ബുദ്ധിക്ക് ഒരു കുഴപ്പമില്ല, വാദീനെയും പ്രതിനെയും ഒന്നിച്ച് നിർത്തിയിട്ട് തന്നെയാണ് മൊഴിയെടുക്കേണ്ടത്. മൊഴി എന്ത് നിങ്ങൾ കൊടുത്തോന്ന് വെച്ചാൽ അത് ഞാൻ SP ഓഫീസിലോട്ട് കൊടുത്തു. ഞാൻ വേഗം ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ സെക്രട്ടേറിയറ്റിൽ CM-ൻ്റെ ഓഫീസിൽ വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ സലോമി ജോസഫാണ്, ഞാൻ CM-ന് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ടോക്കൺ നമ്പർ ഇന്ന ടോക്കൺ നമ്പർ എനിക്ക് വന്നിട്ടുണ്ട്, SP-ക്കും DSP-ക്കാണ് വന്നിരിക്കുന്നത്, എന്നെ വിളിക്കുകയോ എന്നോട് സംസാരിക്കുകയോ എൻ്റെ മൊഴിയെടുക്കുകയോ ചെയ്യാണ്ട് വ്യാജമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിലെനിക്ക് ഒരു അനുകൂലമില്ല. ഞാൻ ചോദിക്കുന്ന സർക്കാരിന് കണ്ണില്ലേ? ഞാൻ 4 ആൾ കാണുന്നിടത്ത് കൊട്ടി ഘോഷിക്കുകയോ ചെയ്യാണ്ട് സമൂഹത്തിൻ്റെ ആഴങ്ങളിലോട്ട് ഇറങ്ങി ചെല്ലട്ടെ. ഇപ്പോഴും ഉണ്ട് 4 ചുമരുകൾക്കുള്ളിലും ചങ്ങലയാലും പൂട്ടപ്പെട്ട വികലാംഗരായ ഭിന്നശേഷിക്കാരായ മക്കൾ ഒത്തിരിയുണ്ട്. ഇവരാദ്യം ഭിന്നശേഷിക്കാരുടെ സെൻസസ് എടുക്കട്ടെ, എന്നിട്ട് 23.5 കോടി അവിടെ ചെലവഴിക്കട്ടെ, അർഹതപ്പെട്ടവർക്ക് കൊടുക്കട്ടെ. ഇതിപ്പോൾ ഇനി എന്താ സംഭവിക്കാൻ പോണെന്ന് ഞാൻ പറയാം. മാർച്ച് 31 ഇനി ഏകാനും സമയമുള്ള ഒരു 500 അല്ലെങ്കിൽ ഒരു 1000 ഭിന്നശേഷിക്കാരുടെ പേര് എഴുതി വെച്ചിട്ട് അവർക്ക് കൊടുത്തതായിട്ട് കാണിച്ചിട്ട് ഇവർ പൂത്തും, അത്രയേ ഉള്ളൂ. അതിലപ്പുറം ഒന്നും വരാൻ പോണില്ല. അത് ഞങ്ങൾക്കറിയാം. ഞാൻ വികലാംഗക്ഷേമ കോർപ്പറേഷൻ MD-യോട് ഞാൻ പറഞ്ഞു എനിക്ക് ആകെപ്പാടല്ലോ ഈ 10-25 വർഷം ലോട്ടറി വിറ്റിട്ട് ആകെപ്പാടെ നിങ്ങൾ തന്നിരിക്കുന്ന സഹായം 5000 രൂപയാണ്. ഇപ്പോൾ 25,000 രൂപയുണ്ട്. ഞാൻ മൊബൈലിൽ കണ്ടു തരാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാന്നറിയാമോ, അത് 25-ലേക്ക് തീർന്ന് ഇനി 26-ലുള്ളൂ, ഏപ്രിൽ തരാമെന്ന്. അപ്പോൾ തന്നെ എല്ലാം കഴിഞ്ഞു. അതുപോലെ ഇത് എനിക്ക് തന്നിട്ട് 2 മാസമായി. അന്ന് ചീത്തയായിപ്പോയി. അന്ന് ഭിന്നശേഷി സർഗോത്സവം നടന്നപ്പോൾ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ് വീൽ ചെയർ തരാമെന്ന്. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരനുള്ളത് ഇടുക്കിയിലാണ്. എന്നോട് ചോദിച്ച് നിനക്ക് 2 മാസമല്ലേ വീൽ ചെയർ ആയിട്ട് തന്നുള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ 70% വീൽ ചെയർ, 100% വികലാംഗയാണ്. ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. അങ്ങനെ കുറേ എന്നോട് ചോദിച്ച് മൊത്തം വികലാംഗക്ഷേമ കോർപ്പറേഷൻ എല്ലാ സ്റ്റാഫും ഇറങ്ങി. ഞാൻ പറഞ്ഞു ഇനി സലോമി വികലാംഗക്ഷേമ കോർപ്പറേഷൻ്റെ പടി ചവിട്ടുകയോ ഇല്ല, നിങ്ങളോട് ചോദിക്കുകയോ ഇല്ല. എനിക്കറിയാം എങ്ങനെ വാങ്ങണമെന്ന്. ഞാൻ ഈ ബക്കറ്റും കൊണ്ട് ഇറങ്ങും. ഒരു നേരത്തെ അന്നത്തിനോ അല്ലെങ്കിൽ ലോട്ടറി വിറ്റ് ജീവിക്കാനോ ഉദാരമായി സംഭാവന ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങും. പക്ഷെ നിങ്ങൾ ചെയ്തതും പ്രവർത്തിച്ചതും മുഴുവനും വെള്ളത്തിൽ വരച്ച വര പോലെ ആവുമെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഇന്ന് ഞാൻ തുടങ്ങി, ഞാൻ ഇറങ്ങും. ഓരോ മുക്കും മൂല ഈ വീൽ ചെയറിൽ കൂടെ ഞാനുണ്ട്. ഞാൻ ലോട്ടറി വിൽക്കും. ഇവർ തരണ്ട. ഇവർ ഒത്തിരി പേർക്ക് ഭിന്നശേഷി സർഗോത്സവത്തിന് കൊട്ടി ഘോഷിച്ചിട്ട് 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം ഒക്കെ കൊടുത്തല്ലോ. എന്തിനു വേണ്ടി? ആരുടെ പ്രീതിക്ക് വേണ്ടി? എന്തുകൊണ്ടാണ് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാത്തത്? ഈ അർഹതപ്പെട്ടവരെയും പിന്നെ പ്രതികരിക്കുന്നവരെ ഇവർ ഒഴിവാക്കും. എന്തുകൊണ്ടാണ്? പൊതുജനങ്ങൾ അറിയും, ഞങ്ങൾ പ്രതികരിക്കും. അങ്ങനെയുള്ളവരെ മാറ്റിയിട്ട് പിന്നെ മാന്യനും സൂട്ടും കോട്ടിട്ടൊന്നും കാറയിലും വലിയ ആഡംബരത്തിൽ വരുന്നവർ മാത്രമേ ഇവർ പരിഗണിക്കുകയുള്ളൂ. അവർക്ക് അവാർഡ് കൊടുക്കുക, പണം കൊടുക്കുക. ഞാൻ ചോദിച്ചോട്ടെ, ഞങ്ങൾക്ക് ഒരു നേരം കഴിക്കാനെങ്കിൽ ഇവർ ലോട്ടറി വിൽക്കാൻ ഇച്ചിരി പൈസ തന്നാൽ ആ ലോട്ടറി വിൽക്കുന്ന ലാഭത്തിൽ നിന്ന് ഞങ്ങൾ ജീവിക്കില്ലേ? ഇപ്പോൾ ബഡ്ജറ്റിലും ഒഴിവാക്കിയോ നിങ്ങളെ? ബഡ്ജറ്റിൽ ഞങ്ങൾ ലോട്ടറിക്കാരെ ഉൾപ്പെടുത്തിയിട്ടില്ല, പിന്നെ പെൻഷനും ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് മുമ്പ് ഞങ്ങൾക്ക് 2 മാസം മുമ്പ് ഞങ്ങൾക്ക് 1600 ആയത് 2000 ആക്കി. പക്ഷേ ഇവർ ഇറങ്ങുന്നതിന് മുമ്പേ 2500 ആക്കും എന്ന് പറഞ്ഞിരുന്നു. അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, കാപ്പി പോലും കുടിക്കാണ്ട് 9 മണിക്ക് ബഡ്ജറ്റ് തുടങ്ങിയപ്പോൾ മുതൽ ആ മിനിസ്റ്റർ കസേരയിൽ നിന്ന് എഴുന്നേക്കുന്നോടും വരെ ഒരേ ഇരിപ്പിരുന്നു. അതിനുശേഷം 3:30-ക്കാണ് ഞാൻ കുളിച്ചത്.
അത്ര പ്രതീക്ഷയോടെ ഇരുന്നു. അതിൽ എന്തായാലും സങ്കടം. ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ അടുത്ത ഒരു പ്രാവശ്യം കൂടെ പിണറായി സർക്കാർ അടുത്ത വരുവാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ പിണറായി സർക്കാർ തന്നെ വരണം. പക്ഷേ ഞങ്ങളോട് പറഞ്ഞ് 2500 എന്ന വാക്ക് പാലിക്കണം. എങ്കിൽ ഞങ്ങളുടെ വോട്ട് അടുത്ത നിയമസഭയിൽ കൊടുക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾക്കും അറിയാം ആര് ജയിക്കണമെന്നും ആര് തോക്കണമെന്നും. ഇവർ വിചാരിക്കണ അത്ര ഒന്നും അല്ല ഭിന്നശേഷിക്കാർ. ലക്ഷക്കണക്കിന് ഒരു വിരൽ പോയാലും ഞങ്ങളിലോട്ട് തന്നെ വരിക. തീർച്ചയായിട്ടും ഞങ്ങൾക്കും തീരുമാനിക്കാൻ ചെറുതല്ല. ആരും ചെറുതല്ല. ഞാൻ ഒന്ന് പറയാം, ഞങ്ങൾക്ക് നിങ്ങളെക്കാളും ബുദ്ധിയുണ്ട്, സാമർഥ്യമുണ്ട്. പക്ഷെ ഇതങ്ങ് മാറട്ടെ. ഇത് മതി. ഇനിയും നേടാനുള്ള വിവരം അറിയാം. ഇവരനങ്ങണ്ട. പതുക്കെ പോലീസുകാർ സംസാരിച്ചുകൊണ്ടിട്ട് വീൽ ചെയർ അങ്ങ് മറിച്ചിട്ട് അങ്ങോട്ട് കിടക്കുക. ആ ഐഡിയ അറിയാം. അതും ചെയ്യും. എന്തായാലും ബുദ്ധിയൊക്കെ നല്ലത് തന്നെ. അടുത്ത ഇത് നമ്മുടെ സർക്കാർ അല്ലെ, നമ്മുടെ മുഖ്യമന്ത്രി കാണട്ടെ, ഇത് കേൾക്കട്ടെ എന്നുള്ളതാണ്. ഇങ്ങനെ ഇത്തരക്കാർക്ക് ഒരുപാട് അല്ലെ അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടാനുള്ളത്, അവർക്ക് അർഹതപ്പെട്ടത് അവരുടെ കൈകളിൽ എത്തട്ടെ എന്ന് തന്നെ പറയാം. ഞാൻ ചോദിക്കട്ടെ മേഡം, എന്തുകൊണ്ടാണ് പരാതി കൊടുത്തിട്ട് CM-ന് കൊടുത്തു, പിന്നെ കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറിന് കൊടുത്തു, ബിന്ദു മിനിസ്റ്ററുടെ അടുത്ത് പോയി, എന്തുകൊണ്ടാണ് അവർ നീതി നേടിത്തരാത്തത്? ഇവർക്ക് കന്യാസിന്മാരെ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂറത്തെ ചർച്ചയുടെ കാര്യമല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇനി അനുഭവിക്കട്ടെ. ഞങ്ങളുടെ പെൻഷനാണ് കൊണ്ടുപോയേക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്ത പൈസയാണ് കൊണ്ടുപോയേക്കുന്നത്. ഇതെല്ലാം കൂടെയാണ് കൊണ്ടുപോയേക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവർ വാങ്ങിത്തരാത്തത്? ഇവർ വിളിച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ സമയം കുറച്ചല്ലേ ഉള്ളൂ. ഇപ്പൊ സമയം ഇല്ലാത്തത് കൊണ്ടാണ്. സമയമില്ല. ആ സ്ഥാപനത്തിൽ നടക്കണ അനീതിയും കൊള്ളരുതായ്മയും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. മുഴുവനും കാര്യം ഞാൻ ആ സ്ഥാപനത്തിൽ നടക്കണ തുറന്ന് പറഞ്ഞാലേ താങ്ക് യു. ഒരു സെക്കൻഡ് പോലും വേണ്ട അടച്ചു പൂട്ടാൻ. അതിന് മാത്രമുള്ള കളികൾ അവിടെയുണ്ട്. ഞാൻ ഒരു ചോദ്യം സിസ്റ്ററോട് ചോദിച്ചിരുന്നു. ആണുങ്ങളായ പെണ്ണുങ്ങളായ സ്റ്റാഫുകൾ കഴിഞ്ഞാടാനുള്ള വസ്തുവാണോ ആണുങ്ങളായ സ്റ്റാഫ് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, സലോമി എന്നാ അവിടുത്തെ അമ്മമാരുടെ മുമ്പിൽ വെച്ച് പറയല്ലേ എന്ന്. അപ്പം കോഴി കട്ടോൻ്റെ കലയിലേ പപ്പിരിക്കുള്ളൂ. എല്ലാ സിസ്റ്റേഴ്സും 8 മണിയാകുമ്പോൾ അകത്ത് കയറി. ഇവർ 8 മണി 9 മണിയാകുമ്പോൾ ഇവർ പുറത്തോട്ട് ആണുങ്ങൾ സ്റ്റാഫുകളെ കൂട്ടിക്കൊണ്ട് എങ്ങോട്ടാ പോകുന്നേ? മീൻ വാങ്ങാൻ പകലൊന്നും സമയമില്ലേ? മീൻ വാങ്ങാൻ രാത്രിയിലാണോ ജെട്ടിയിൽ? എന്തിനാ മീൻ മൊത്തത്തിൽ കൊടുക്കുന്ന സ്ഥലമുണ്ടല്ലോ, ലേലത്തിന് വിളിച്ചെടുക്കണേ. അങ്ങോട്ട് രാത്രി മാത്രമേ മീൻ കൊടുക്കുള്ളൂ, പകല് കൊടുക്കൂലേ? ഈ 3 മണി ലാഭത്തിന് കിട്ടുമായിരിക്കാം. ലാഭം ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? ഞങ്ങൾക്ക് തരുന്നത് പുറമേ നിന്ന് ചോറും കറിയും കൊണ്ടുപോകും. പുറമേ നിന്ന് ആൾക്കാർ കൊണ്ടുവരും. അതിൻ്റെ അകത്ത് നിന്ന് ഇറച്ചിയും മീനും മുട്ടയെടുത്ത് മാറ്റിയിട്ട് പട്ടിക്ക് കൊടുക്കണ മാതിരിയിട്ട് ഇളക്കിയിട്ട് കൊടുത്തരും. അത് കാണുമ്പോഴേ ഛർദ്ദിക്കാൻ തോന്നും. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത്. അഥവാ ബുക്ക് ചെയ്ത ഭക്ഷണം വന്നില്ലെങ്കിൽ അന്ന് പട്ടിണി. ആമേൻ ഗോവിന്ദ. അങ്ങനെയുണ്ട്. ഒരു 2 ബിസ്ക്കറ്റിലൊക്കെ ഒപ്പിക്കും. എന്തായാലും ഇത് സർക്കാർ കാണട്ടെ. ചേച്ചിയുടെ ഈ പ്രയാസങ്ങളും ചേച്ചിയുടെ പരിഭവങ്ങളും എല്ലാം സർക്കാർ കാണട്ടെ. ഇല്ലെങ്കിൽ സർക്കാരിന് വോട്ടില്ല എന്നുള്ളതാണ്. കേൾക്കണോ? സർക്കാരിന് വോട്ടില്ല എന്നല്ല, ശക്തമായ സർക്കാരിന് വോട്ട് കൊടുക്കും. നമ്മുടെ സർക്കാരാണ്, നമ്മുടെ പിണറായി സാറാണ്. അത് കേട്ടല്ലോ, നമ്മുടെ പിണറായി സാറാണ്. പക്ഷേ അപ്പൊ സർക്കാർ കേട്ടല്ലോ, സർക്കാരിന്റെ ആളാണ്. അപ്പൊ സർക്കാരിന്റെ ആളിനെ മറന്നുകൊണ്ടാവരുത്. സർക്കാരിന്റെ ആളിനെ ഏകവചനമല്ല, ബഹുവചനം. അതെ. ഇതിനു മുമ്പ് ഞാൻ മുഖ്യമന്ത്രിയെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ ചാനലുകാരോട് ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രി ഞങ്ങളുടെ സ്വത്താണ്, ഞങ്ങളുടെ സ്വന്തമാണ്, ഞങ്ങളുടെ എല്ലാമാണ്, ഞങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രി എന്തും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ ഇത് വന്നു. മുഖ്യമന്ത്രി എത്ര തന്നു? കോടി തന്നോ? അങ്ങനെ ഇങ്ങനെയാന്ന്. എൻ്റെ കർത്താവെ, 10 രൂപ ചായ കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ സന്തോഷമായി. എല്ലാം ഈ പറയുന്ന ആള് തന്നെയാണ്, സലോമി തന്നെയാണ് പറയുന്നത്. അപ്പൊ സർക്കാർ ഇത് നല്ലതാണ്, സർക്കാർ ചെയ്യും. ശരി, അപ്പൊ ഇത് കേൾക്കട്ടെ. നമ്മുടെ നല്ലവരായ സർക്കാർ അല്ലെ, എല്ലാവരും കേൾക്കട്ടെ. ഒരു വീടില്ല, സർക്കാരിനോട് പറഞ്ഞു മടുത്ത്. അതെങ്ങനെ? നിങ്ങളുടെ വേണ്ടപ്പെട്ട സർക്കാരല്ലേ? ആണ്, കേൾക്കും. പക്ഷെ കണ്ണ് തുറക്കുന്നില്ലല്ലോ. അപ്പൊ ഇത് കേട്ടിട്ട് കണ്ണ് തുറക്കട്ടെ എന്നുള്ളതാണ്.